എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ടികളിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള പുഡിംഗാണ് ഞാൻ റെഡിയാക്കുന്നത്. കൂടുതൽ പാൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആണ്. നിങ്ങളിപ്പോൾ വാനില കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ വാനില എസെൻസ് ഇങ്ങനെ വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വാനിലൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ബാക്കി ഷുഗറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, ഇതുപോലത്തെ ഒരു പാക്കറ്റ് അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അഗർ പൗഡർ എന്ന് പറയുമ്പോൾ ചൈന ഗ്രാസിൻ്റെ പൗഡറാണ്. നിങ്ങൾ പൗഡർ അല്ലാതെ ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മധുരം ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ എങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കുക. ഉപ്പുള്ളതാകുമ്പോൾ ഈ പുഡിങ്ങിന് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉപ്പില്ലാത്ത ബട്ടറും കൂടെ ചേർത്തിട്ട് അടുപ്പിലേക്ക് മാറ്റുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. പാല് ചൂടാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. പിന്നെ പാല് ചൂടാവാൻ വെച്ച് കഴിഞ്ഞാൽ കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതിൽ കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ചൈന ഗ്രാസ് പൗഡറും ഒക്കെ ചേർത്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തിക്കായി തുടങ്ങും, അതുപോലെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് ചൂടായി, ആ ഇട്ട് കൊടുത്ത ബട്ടറൊക്കെ മെൽറ്റായി, എല്ലാം നല്ലതുപോലെ മെൽറ്റായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി ഒരു 2-3 മിനിറ്റോളം തിളച്ചാൽ മതി ഈ ഒരു രീതിയിൽ. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ തിക്കായി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം 5 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. നിങ്ങൾ ചെറിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7 എണ്ണം എടുത്തോളൂ. ഇതാ ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ഒന്ന് സോക്കാവണം ഈ ഒരു മിക്സിൽ. അപ്പോൾ അതിന് കണക്കായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചൂട് കൊണ്ട് തന്നെ ബ്രെഡ് നന്നായിട്ട് സോക്കായി കിട്ടിക്കോളും. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലോണം അങ്ങ് ചൂട് പോകണ്ട, അന്നേരം ഇത് സെറ്റായി പോകും. അതുകൊണ്ട് ആ ഒരു പുകയെല്ലാം അങ്ങ് പോയി ഒന്ന് അത്യാവശ്യം നമുക്ക് മിക്സിയിൽ അടിക്കാൻ പാകത്തിനുള്ള ചൂട് പോയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൂട് പോകാനായിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചൂടെല്ലാം പോയിട്ടുണ്ട്, നല്ലോണം പോയിട്ടില്ല, എന്നാലും ആ ഒരു മിക്സിയിലിട്ട് അടിക്കേണ്ട പാകത്തിനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിക്കായി പോവും. അതുകൊണ്ട് അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ പുഡിങ് ട്രേ ആണ് എടുത്തിന്. അതിലേക്ക് ഇതാ ആദ്യം അടിച്ചത് മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. അതിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ചെയ്യുക.
അപ്പോൾ ഇതാ ഇതുപോലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ട്രേയിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രേയിൽ തന്നെ ഇവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ അധികം തിക്കായിട്ടല്ല, കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ 2 ട്രേയിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ളത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിന്. അടുത്ത ട്രേയിലും ഇതുപോലെ ഒന്ന് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് നന്നായിട്ട് സെറ്റാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത പീനട്ട് അതിൻ്റെ തൊലിയോട് കൂടെ തന്നെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ക്രഷാക്കി എടുക്കലെന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പീനട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ ക്രഷാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ കാരാമലൈസ് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ടിട്ട് ചെയ്തെടുക്കാം. പീനട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിതൊരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് ഈ ഒരു ബട്ടർ പുഡിങ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പാർട്ടികളിലോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.